ബാഗ് ബാഗ് ആ ചേച്ചി പറഞ്ഞു ബാഗ് ബാഗ് ആ കറക്റ്റ് നെക്സ്റ്റ് ഓരോ റോങ് ആൻസറിനും പണിഷ്മെന്റ് ഉണ്ട്. എനിക്ക് കിട്ടിയായിരുന്നേ അതുകൊണ്ട് അതെ അങ്ങനെയൊക്കെ ഉണ്ട് ഇത്. അത് ഞാൻ കാണിച്ചു തരാം. എന്താ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തേ. വായിക്കാൻ പാടില്ല. എന്തോ നീണ്ടിട്ടൊരു ബാറ് കണ്ട്. 1 2 3 4 5 സ്റ്റീലിന്റെ സ്ട്രോ ഉണ്ടല്ലോ, അതാണ് സെറ്റപ്പ്. അതൊക്കെ ഇട്ട് ഞാൻ എപ്പം കുടിക്കാൻ. അവളുടെ കൈ കാണോ? അവളുടെ ഉണ്ടെന്ന്. എന്നാ അങ്ങോട്ട് എത്തിക്കോ, ഇവൾ അങ്ങോട്ട് എത്തും. ഞാൻ മാത്രം ഒരു വീഡിയോ ഇൻട്രോ കൊണ്ട് വരുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ അമ്മൂന് വീട്ടിലൊരു സർപ്രൈസും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അമ്മൂൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു സർപ്രൈസ് ഞാൻ വീണ്ടും പ്ലാൻ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മൂൻ്റെ മാത്രമല്ല, അമ്മൂൻ്റെ കസിൻ വിവേകിൻ്റെയും കൂടെ ബർത്ത്ഡേ ആണ്. അതിൽ ഒരു ദിവസത്തെ ഡിഫറൻസിലാണ് വരുന്നത്. ഒരു ദിവസം ഇവളുടെ, പിറ്റേ ദിവസം അവൻ്റെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേയും അവൻ്റെ വൈഫ് അശ്വതിയും ഞാനും കൂടെ പ്ലാൻ ചെയ്തിട്ട് ചെയ്തായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ ഒരു പ്ലാൻ ചെയ്യണം എന്ന ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അവളുടെ പ്ലാനത്തെ എനിക്ക് അറിഞ്ഞൂടാ, ഒന്ന് വിളിച്ചു പോയിക്കണം ഇപ്പം. അതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രഷർ ഹണ്ടാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയയിൽ എനിക്ക് ഒന്നുമില്ല. ട്രഷർ ഹണ്ട് എന്നുള്ളൊരു ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അത് വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അശ്വതിനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഫുൾ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി അവളോട് പറയണം വീഡിയോ ഷൂട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ടില്ല. ഹലോ, എന്തൊക്കെയുണ്ട്? ഇവിടെ എന്താണ് ഞാൻ ഓഫീസിൽ നിന്ന് ഇങ്ങനെ എത്തി, ജസ്റ്റ് വീട്ടിന് താഴെ എത്തി. ഞാൻ ഇങ്ങനെ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്ത മാസം ഇവരുടെ ബർത്ത്ഡേ ഇല്ലേ. ഇനിയിപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ സർപ്രൈസ് വെച്ചിട്ട് ഇവർ ഇപ്രാവശ്യം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഞാൻ ഇതുവരെ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഇതിന് വേണ്ടിട്ട് ചേട്ടനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്, പിന്നെ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ വിളിക്കാന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ നമുക്കൊരു ട്രഷർ ഹണ്ട് പരിപാടി ചെയ്താലോ എന്ന് വിചാരിക്കണം ആ സമയത്ത്. ട്രഷർ ഹണ്ട്, അതായത് എനിക്ക് ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ, ഒന്നും പ്ലാൻ ആക്കിയിട്ടില്ല. അതെ, ചിന്തിച്ചു നോക്ക്, നടക്കുമോ നോക്ക്, ആലോചിച്ച് നോക്ക്, പറ്റുമെങ്കിൽ നമുക്കത് പ്ലാൻ ചെയ്യാം. ഞാനൊന്ന് ആലോചിച്ചോട്ടെ ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന. ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ചേട്ടനെ വിളിച്ചാൽ മതിയോ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ശരി. എനിക്ക് കഷ്ടിച്ച് 2 ആഴ്ച സമയമുണ്ട് ബർത്ത്ഡേക്ക്. ഞാൻ ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഗിഫ്റ്റ് ബോക്സുകളും റാപ്പിംഗ് പേപ്പറൊക്കെ റെഡിയാണ്. ഐറ്റംസ് ഏകദേശം റെഡിയാണ്. പാക്ക് ചെയ്യണം. ഈ പറയുന്ന ക്ലൂസൊക്കെ ഇതൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടിടാനുണ്ട്. ഇത് വേണം കൊടുക്കാൻ. നമുക്കിനി ഒരാഴ്ചയും കൂടിയുള്ള അവരുടെ ബർത്ത്ഡേ. ഇനി ഒരാഴ്ചയും കൂടി, ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായി നമ്മുടെ ഈ ട്രഷർ ഹണ്ട്. ഓൾറെഡി ഞാൻ എൻ്റെ സൈഡിൽ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അശ്വതിനൊന്ന് വിളിച്ചു പോയിക്കണം എന്തായി പരിപാടി എന്നുള്ളത്. എൻ്റെ സൈഡിൽ ഏകദേശം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സൂര്യനെയും മുരാരിനെയും അരുൺ ചേട്ടനൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുല്യനെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുല്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ പക്ഷേ എന്തോ ഒരു ചെറിയൊരു പരിപാടികളുണ്ട്, വേറെ എവിടെ പോകാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവളില്ല. അതുകൊണ്ട് തൽക്കാലം അത് അവളെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ആക്കിയിട്ടുണ്ട്, പ്ലാൻ ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് അശ്വതിനെ വിളിച്ചു പോയിക്കട്ടെ, എന്തായി അവളുടെ സൈഡ് ഓക്കെ ആണോ, നടക്കുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചു നോക്കട്ടെ. അവളോട് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം. ആ സൈഡ് ഒന്നും കൂടെ അറിയണല്ലോ. ഹലോ, ആ ചേട്ടാ, വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോഴല്ലോ എന്തായി പരിപാടികള്, സെറ്റാവോ? ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണ്. ഞാൻ ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലെവന്റെ അടുത്തും നിരൂപിന്റെ അടുത്തുമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ ഗിഫ്റ്റ് എല്ലാം റാപ്പ് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ജസ്റ്റ് അവരുടെ അടുത്ത് കൊണ്ടു കൊടുക്കാനുണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അവിടെ എന്തായി? എന്റെ സൈഡിൽ ഞാൻ ഏകദേശം ഓക്കെ ആക്കിയിട്ടുണ്ട്. 3-4 പേര് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 3 പേരാണുള്ളത്. ഏകദേശം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ക്ലൂവും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഈ ഞായറാഴ്ച നോക്കാം അല്ലേ? ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. രാത്രി അവളെ പിടിച്ച് ഉറക്കിയ പിന്നെയാണിതാ ക്ലൂസൊക്കെ ഉണ്ടാക്കുകയാണ് ഞാൻ. അങ്ങനെ ക്ലൂസൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കുന്നുണ്ട്. എന്താവും അറിഞ്ഞൂടാ. അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവൾ പോയ സമയം നോക്കി എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരാൾ എടുത്ത് കൊണ്ട് കൊടുക്കണം. 1 2 3 4 ഗിഫ്റ്റ് ഉണ്ട്. വേറൊരു ഗിഫ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. നോക്കാം എന്താവും നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാനിത് ഓരോ ഗിഫ്റ്റായിട്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇവിടെ ഇതാണ് നമ്മളെ ട്രിപ്പ് ഗാലറിയിലെ അരുൺ ചേട്ടൻ്റെ അടുത്താണ് ഞാൻ ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ കൊടുക്കണം. ഇവിടെ അടുത്ത് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. വേറെ ആളുടെ ഗിഫ്റ്റും കൊണ്ടാണ് ഇവരുടെ അടുത്ത് വന്നിട്ടില്ല. പക്ഷേ നോക്കട്ടെ, തുറക്കില്ലല്ലോ. ഹലോ, ഹലോ, ഇതാണ് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് കേട്ടോ. ഞാൻ നേരത്തെ എന്താണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ നിങ്ങളുടെ അടുത്തുള്ള ഗിഫ്റ്റ് അല്ലായിട്ട് ഇല്ലാണ്ട് അല്ലല്ല, ഇത് വേറെ ആളുടെ ഗിഫ്റ്റാണ് കൊണ്ടുതരാം. നിങ്ങളെ ഗിഫ്റ്റ് പിന്നെ തരാം. തൽക്കാലം ക്ഷമിക്കൂ. ഓക്കെ. ഹായ് ലൂസി. ഹായ്.
അപ്പോൾ ശരി, അപ്പോൾ ഞാൻ പിന്നെ ഞായറാഴ്ച വൈകുന്നേരം. ഓക്കെ ശരി. ഓക്കെ. ഗിഫ്റ്റ് ഞാൻ പൊതിഞ്ഞിട്ട് അവളുടെ ഗിഫ്റ്റ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇത് വിവേകിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ഇത് വിവേകിനുള്ള അശ്വതിൻ്റെ ഗിഫ്റ്റാണ്. അതൊക്കെ സാധനം വെച്ചിട്ടുണ്ട്. അതുപോലെ അത് പാക്ക് ചെയ്യേണ്ട സാധനങ്ങൾ ഗിഫ്റ്റ് കവർ കൂടെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലൂവിൻ്റെ സംഭവം ഞാനിത് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. തൊപ്പീൻ്റെ ഉള്ളിലാണ് ഇത് വെക്കേണ്ടത്. ഇതവിടെ വെച്ചിട്ടുണ്ട്. നിലത്ത് വീഴില്ലെന്ന് വിചാരിക്കാം. ഓക്കെ. ഹായ്, നമ്മൾ വണ്ടി പോകുന്നതാണ്ടേ ഞാൻ വണ്ടിയിൽ ക്യാമറ ഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ റിയാക്ഷൻ കൂടെ എടുക്കണം. അതാണ് ഉദ്ദേശം. നോക്കട്ടെ എന്താവുന്നത്. റിട്ടേൺ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അവളെ പിടിച്ച് ഉറക്കിയിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇന്ന് വൈകുന്നേരമാണ് പരിപാടികളുള്ളത്. നേരെ ഫ്രിഡ്ജിലോട്ട് കയറണം. എന്നിട്ട് വേണം ബാക്കി പരിപാടികൾ നടത്താൻ. ഏകദേശം ഇനി ഒരു 4-5 മണിക്കൂർ ബാക്കിയുണ്ട് പരിപാടി തുടങ്ങാൻ വേണ്ടി. ഒന്നും ഒരു സൂചന കിട്ടിയിട്ടില്ല എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. വിഷ് മി ലക്ക്. എന്താ എന്നാ ഇത് പിടിക്ക്. ആദ്യം മൈക്ക് വെച്ചോ. വായിക്ക് എന്തോന്ന് വായിക്ക്. ഹാപ്പി ബർത്ത്ഡേ ചക്കരെ. യുവർ സ്മൈൽ ബ്രൈറ്റൻസ് എവറി ഡേ ആൻഡ് ടുഡേ ഈസ് ഓൾ അബൌട്ട് യു. Clue 1. Welcome to an adventure monologue. Seek the soft friend hidden within. Your next clue to start this thrilling journey is nearby you. മനസ്സിലായില്ല? എന്തോന്നാണത്? ട്രഷർ ഹണ്ട്. അത് മനസ്സിലായി. അത് ക്ലൂ ആണെന്ന് മനസ്സിലായാ? ഇത് ക്ലൂ ആണെന്ന് മനസ്സിലായി. ക്ലൂ കാർഡാണെന്ന് മനസ്സിലായി. പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലായില്ല. ക്ലൂവിന്റെ ആദ്യത്തെ അക്ഷരം പറഞ്ഞു. അതാണ് അടുത്ത പേപ്പറാണ്. അടുത്ത എല്ലാം കൊള്ള പേപ്പറാണ്. കണ്ടുപിടിക്കോ? ഇത്ര വലിയ സംഭവം ഉണ്ടാ? സീക്ക് ദ സോഫ്റ്റ് ഫ്രണ്ട്. സോഫ്റ്റ് ഫ്രണ്ട്. അപ്പൊ സോഫ്റ്റ് ടോയ് എന്താ? എത്തുന്നുണ്ട്. അടുത്തെത്തുന്നുണ്ട്. എന്തോന്ന് ചെയ്യാന്? ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തേ. വായിക്കാൻ പാടില്ല. ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തേ. എന്താ എഴുതിയിരിക്കുന്നത്? ഓക്കെ. ടേബിളിൽ അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ? വായിക്ക്. ഇതോടെ തീർന്ന അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ. അടുത്തത് ഒളിക്ക് പോരട്ടെ. ദൈവമേ. Wishing you a birthday filled with love and surprises, just like you fill my life with joy. Oh my God. Yeah, you have found the gift. Is it not what you thought of? അല്ലല്ല ഇതല്ല, വേറെ കാലിപ്പട്ടി എനിക്ക് കേട്ടാ. Then head over to the friend who lives nearby for the surprise. സൂര്യ എടുത്താ? സൂര്യൻ എടുത്താ? എനിക്കറിഞ്ഞൂടാ. Then head സൂര്യ എടുത്താണോ അല്ലോ എന്ന് അറിയാൻ വേണ്ടി അവളെ വിളിച്ചു ചോദിക്കണോ? വിളിച്ചട്ടാ. എന്ത് ഇത് ഞാനൊന്നും പറഞ്ഞല്ലേ. ഇത് സ്വന്തം കൊച്ചു കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അവര് പറയുവനെ. അല്ലെങ്കിൽ അല്ല, വേറെ ആളെ വിളിച്ചിക്ക്. Think of a box that makes music and played. Something which you really wanted is waiting for you. ഇത് നോക്കി എനിക്കറിയില്ല. എടുക്കൂലേ ഇവള്? ഇല്ലെങ്കിൽ അടുത്ത ആളെ വിളിക്കേണ്ടതാണ്. ഹലോ, നിങ്ങളെവിടാ? പിന്നെ എനിക്കിവിടെ ഒരു ട്രഷർ ഹണ്ട് കിട്ടി, ബർത്ത്ഡേയുടെ സർപ്രൈസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ വിളിക്കുന്നതാണേ. അവിടെ എന്തെങ്കിലും സാധനം പ്രസാദ് വേപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ ക്ലൂ ഒന്നും ഇല്ലല്ലോ. അല്ല, അങ്ങോട്ട് വരണാ? ഇങ്ങോട്ടേക്ക് ഏതായാലും നമ്മൾ റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ പോവാന്നില്ലല്ലോ. ഒന്ന് വന്നോ? അപ്പൊ നിങ്ങളും ഉണ്ടാ? നമ്മളില്ല, നിങ്ങൾ വായതായാലും. നമ്മൾ അങ്ങോട്ട് വരണോ? നീ ഇങ്ങോട്ട് വാ, വെറുതെ ഇരിക്കുന്നല്ലേ. വരാം. ഇതൊരാൾ അമ്മാന്റെ പച്ചാപ്പാന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെയാണോ? പോയി നോക്കാം നമുക്ക്. അവിടെ എല്ലാം വേറെ സ്ഥലത്തായിരിക്കും. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് അവരെല്ലാരെയും കൂടെ വിളിച്ച്, അവിടെ നിന്ന് അശ്വതിനെ അവനെ വിളിച്ച്
ഇനി ഇതിനകത്ത് മുരാരിയും ഫാമിലി ഉണ്ടാ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ആസ് പെർ ക്ലൂ പോവാ. ഓക്കെ, അതിന് ആസ് പെർ ക്ലൂ മാത്രം. ഇനി മുരാരി വിളിക്കണോ സർപ്രൈസ്? ആസ് പെർ ക്ലൂ അല്ലേ? ഇപ്പൊ ഒരു ക്ലൂ വിളിച്ചില്ലേ, അവരങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ? നീ ഒന്ന് പോയി നോക്കു കൊച്ച്, അവിടെ എന്താന്ന്. അവിടെ ഇല്ലാച്ചാ കൊച്ച് അടുത്ത ആളെ വിളിക്ക്, അങ്ങനെയല്ലേ? Your next surprise awaits you at a close friend's house who stays nearby. Find the comfy spot where you relax and unwind to find your next surprise. അതാണ് നെക്സ്റ്റ്. അപ്പൊ റെഡിയാവേ, കുളിക്ക്. സ്പീഡപ്പ് എന്നാലും സ്പീഡപ്പ്, കുളിക്ക്, ഇറങ്ങ്. ഞാൻ ഏതോ സമയത്തുണ്ട് കുളിക്കാൻ വേണ്ടി പറയുന്നത്. ഇതേ കാണുന്നില്ലേ ഈ കൊല്ലത്തെ ഇരിക്കുന്നു ഇവിടെ. അവർ നമ്മൾ റെഡി ആവട്ടെ. റെഡി ആയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ ബാക്കി കാണാം. ഓക്കെ, എക്സൈറ്റഡ് ആണോ? ക്ലോസ് ഫ്രണ്ട് ആരാണ്? ലെവിൻ. ആ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോവാനോ? ഓ മൈ ഗോഡ്. ആദ്യം ഇത് തുറന്നു നോക്ക്. അല്ല വെയിറ്റ് എന്തോന്ന് പറ. എന്തോന്ന് പറ. ഇതോ? ആ അധികം ടച്ച് ചെയ്യാൻ പാടില്ല. ഇത് കോട്ട്, സ്യൂട്ട്. തുറന്നു നോക്ക്. ആണ് സ്യൂട്ട് അത്. അതെ. മറ്റേതോ? അതെ, പാന്റ്. ഓക്കെ, അല്ലേ? യെസ്. ശേ. റെഡിയായ? റെഡിയായി. വാ പെട്ടെന്ന് വാ, പോവാ. ഇതൊക്കെ എന്താണ്? ഇതാ നടക്കങ്ങോട്ട്. നേരത്തെ സരത്തിനെ കാണാൻ പോയതല്ലല്ലേ? സ്ഥലത്തുമായി നിങ്ങളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ പേരിൽ ഞാൻ ഒരു ചെറിയ പരിപാടി നടത്തിയിട്ടുണ്ട് കേട്ടാ. ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ പിടിക്കണോ ചേട്ടാ? വേണ്ട നടന്നു. എന്തോ നീണ്ടിട്ടൊരു ബാറ് കണ്ട്. നീണ്ടിട്ടൊരു ബാറ് കണ്ടടേ. കണ്ട? 1 2 3 4. അപ്പൊ 4 ബ്ലൂ കൂടെ കിട്ടാണ്ട്. എന്നിട്ട് ഇത്രയും ഹൈപ്പ് വെച്ചിട്ട് ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് അമ്മാരി ഒരു സാധനം അല്ലെങ്കിൽ നോക്കിക്കോ. വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാരും പൊങ്കാലിടണം കേട്ടോ. കിട്ടിയ ഗിഫ്റ്റിന് ഇത് പറയരുത്. ഗിഫ്റ്റ് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് മുട്ടായി ആണെങ്കിലും നല്ലതെന്നേ പറയാൻ പാടുള്ളൂ. അന്തിച്ച് പൊന്തിച്ച് നിൽക്കുന്നുണ്ട്. പരിപാടിയിൽ ഇതുവരെ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നുണ്ട്. നോക്കട്ടെ എന്താവുന്ന്. ചിന്തിക്കുന്ന നോക്ക്, കാര്യമായ ചിന്തയിലാണ്. പോരട്ടെ. വാ. എന്തിനാ ഗോപ്രടേ? ഗോപ്ര വേണം. ഗോപ്ര വെച്ച് ചെയ്യാൻ മാത്രം എന്തെങ്കിലും ഒരു ഉപയോഗം വേണ്ടേ? സൂര്യന്റെ അടുത്തേക്ക് പോകണമെന്നല്ലേ വെച്ച് പറഞ്ഞേ? എന്റെ ക്ലൂ പ്രകാരം അവിടെയാണ്. ക്ലൂ പ്രകാരം നല്ല നിയറസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോ ഫസ്റ്റ് ഫ്രണ്ട് സൂര്യ, അത് കഴിഞ്ഞ് സെക്കൻഡ് ഫ്രണ്ട് വരുന്നത് ആരാണ്? അഥവാ ക്ലൂ തെറ്റുന്നുണ്ട് വെച്ചാൽ ഞാൻ അനുസരിച്ചിട്ട് ഗൈഡ് ചെയ്ത് തരും. തെറ്റിച്ച് ഞാൻ ചെയ്യില്ല. ഓക്കെ, പേടിക്കണ്ട. കാരണം നമുക്ക് ഒരു വീഡിയോ ഒക്കെ ഉള്ള കണ്ടിട്ട് മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. കൊടുക്കാൻ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തൊരു ഡ്രാമ അപ്പോ, എന്തൊരു ഡ്രാമയാണോ എന്തോ. ആ സമയത്ത് അവളെ വിളിക്കാനായിരിക്കും, അശ്വതിനെ വിളിക്കാനായിരിക്കും ഇറങ്ങി പോയത്. ഫ്ലാഷ് ബാക്കിലേക്ക് ഒന്ന് പോട്ടെ. ഇതൊക്കെയാണോ ഇതിന്റെ കഥ വന്നിട്ട് പുറപ്പെട്ടു, പക്ഷെ സേലം എത്തിയില്ല. എന്തുകൊണ്ട്? മൊത്തത്തിലെ കഥ ഒന്ന് ചുരുക്കി പറയണം കേട്ടോ. ലാസ്റ്റ് അല്ലേ? ലാസ്റ്റ് നമുക്ക് പറയാം. അതൊക്കെ ഇരുന്നോട്ടെ, നമ്മളിപ്പോ എവിടെ പോകുന്നു? ഒന്നുമില്ല. അപ്പൊ ഇതാണോ കൊച്ചിന്റെ ഗിഫ്റ്റ്? അതല്ല അതെങ്ങനെ പറയാൻ? അല്ല, ലാസ്റ്റ് വേറൊരു കളർ മാറിയിട്ടുള്ള സാധനത്തിനകത്തെ നീളത്തിനുള്ള ഒരു സാധനം അതിനകത്ത് കിടക്കുന്നുണ്ട്. അതാണ്. വേഗം പോയി ചോദിക്കും. സൂര്യ അല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോകണ്ടാണ്. സമയങ്ങളെയല്ല. ഇവർ പറയുന്നതോ ചെയ്യുന്നതോ ആയിട്ട് എനിക്കൊരു ബന്ധമില്ല. പെട്ടെന്ന് തുറക്കണേ. അകത്ത് എന്താ ഉള്ളേ? കാറുണ്ട്. പിന്നെന്തുണ്ട്? നമസ്കാരം. ഇവിടെ ഇതിനകത്ത് എന്തുണ്ടല്ലോ? ഇതം കൊടുത്തേക്ക്. എന്നിട്ട് എന്തൊക്കെയുണ്ട്? ഇത് ഇവന്റെ ബർത്ത്ഡേ ആണോ അല്ല അമ്മു ആന്റിന്റെ ബർത്ത്ഡേ ആണോ? ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. ഹാപ്പി ബർത്ത്ഡേ അമ്മു ആന്റി എന്നൊക്കെ എഴുതിയിട്ട് അടിപൊളി. ഇതിനകത്ത് ക്ലൂ ഉണ്ടാ?
ഇനി കറന്നുവിടാം അല്ലേ? അതെ അതെ അതെ, നമുക്ക് നോക്കണം. അതാ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വന്നേ. അടിപൊളിയാണ് കേട്ടോ. Happy birthday to the amazing partner in every crime who makes it every day brighter just by being in it. Look for someone who knows your stories from the school days. Murari വീട്ടില് you will find the surprise there. Murari വീട്ടിൽ എത്ര പെട്ടെന്ന് കിട്ടി? സ്കൂൾ ഡേയ്സ് എന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത്. ആയാ പോവാനായാ? ഡ്രസ് തിരക്കന്നെ. ഇത് ഏത് എഡിറ്റേഴ്സ് മാർക്കറ്റ്? അതെ തന്നെ ആണോ? അയ്യോടാ പറയാൻ പറ്റില്ല. എഡിറ്റേഴ്സ് മാർക്കറ്റാ? എഡിറ്റേഴ്സ് മാർക്കറ്റ്. എന്നാ പോവാ. ഹായ്. എന്തോ സംഭവം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ല, ഞാൻ ഒപ്പിച്ചിട്ടില്ല. നോക്ക്, ഇവിടെ നോക്ക്, ഞാൻ ഒപ്പിച്ചിട്ടില്ല. അറിയാം, കണ്ടോ? ഇവിടെ ഒന്നും ആരുമില്ല. ഹലോ, എവിടാണ്? എടാ, നിന്റെ അടുത്ത് വല്ല സാധനം പ്രസാദമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നാ? കാണാതിരിക്കാം. ഉണ്ടോ ഇല്ലയോന്ന് അറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് വരാൻ. അവിടെ വന്ന് തപ്പി നോക്കണം അല്ലേ? എന്നാ അങ്ങോട്ട് വരട്ടാ. അടുത്ത ക്ലൂ മുരാരിയുടെ അടുത്ത്. ഓക്കെ, കമോൺ. മൂന്നാമത്തെ ക്ലൂ സൂര്യേച്ചിയുടെ അവിടെ നിന്നാണ് കിട്ടിയത്. സൂര്യേച്ചി, രഞ്ജുവേട്ടൻ, പാറു, നമ്മളെ കുഞ്ഞുട്ടൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ശരി, ഞാൻ പറഞ്ഞു രഞ്ജുവേട്ടനെ വിളിച്ചു ചോദിച്ചിരുന്നേ കറക്റ്റ് അറിയാൻ പറ്റുമായിരുന്നു. ഓക്കെ എന്തോ കാര്യമായ പരിപാടി നിങ്ങൾ എല്ലാവരും കൂടെ കയറി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ പോവാൻ പോവാണ്. ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായി, ഇനി 2 കവറും കൂടെ ഉള്ളൂ. അപ്പൊ ഒന്ന് മുരാരിയുടെ അടുത്ത്, ഒന്ന് അശ്വതിയുടെ അടുത്ത്, അവന്റെ അടുത്ത്. മനസ്സിലാക്കി കളഞ്ഞു. അപ്പൊ കളി കഴിഞ്ഞ് നമ്മള് മുരാരിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായില്ല അപ്പൊ സംഭവം? മനസ്സിലായില്ല. കൈ പിടിച്ചോ. ഹലോ, അവളോടെ ഹലോ, റിട്ടേൺ ഗിഫ്റ്റ് പിടിച്ചോ. മറ്റേ ഗിഫ്റ്റ് ഇവിടെ കണ്ടുപിടിക്കണോ? അതെന്റെ പാട്ടല്ല കേട്ടോ, അത് ഇവരെ പാട്ടാണ്. അത് നല്ലോണം തപ്പണ്ടി വരും കേട്ടോ. കവറിലാണ് ഇരിക്കുന്നത്. സ്വർണ്ണ കളറിലുള്ള ഒരു വട്ടമുണ്ട്. ഞാനും ഹെൽപ്പ് ചെയ്യേണ്ടി വരുമോ? ഇതില് ഞാൻ ഇല്ല കേട്ടോ. ഏറ്റവും നല്ലത് ഈ ഹോളിലാണുള്ളത്. പക്ഷെ നീ പറയുന്ന കറക്റ്റ് ആയിട്ട് എവിടെയാണെന്ന് പറയണം. ഇവിടെ ബാഗ് ഇരിപ്പുണ്ട്, പെട്ടികൾ ഇരിപ്പുണ്ട്, കർട്ടൻ ഇരിപ്പുണ്ട്, ഇഷ്ടംപോലെ ഇവന്റെ പോക്കറ്റ് ഇരിപ്പുണ്ട്. ഇവനൊന്ന് വിഴുങ്ങി. ചൂട് തണുപ്പ് പറയാം. ആവുന്നില്ല ആകെപ്പാടെ ഒരു റൂമും ഉണ്ട്. കറക്റ്റായിട്ട് നിനക്ക് പറയണം. കറക്റ്റായിട്ട് ഓരോ സംഭവം നിനക്ക് പറയും. ഇപ്പൊ പെട്ടിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെട്ടിയാണോ അല്ലയോ എന്നുള്ള, പെട്ടിയിലാണോ അല്ലയോ എന്നുള്ള കാര്യം പറയും. പക്ഷെ തെറ്റുത്തരമാണെന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞുവിന് ഓരോ തെറ്റുത്തരം ഒരു 5 പുഷ് പഠിക്കുന്നുണ്ട്. ഇത്രയും ആർപ്പാട് ഇത്രയും ഓപ്ഷൻസേ ഉള്ളൂ. ഇപ്പൊ നീ ഇരിക്കുന്ന സോഫയുടെ അടിയിൽ വേണമെങ്കിലും ആവാം. ഇപ്പൊ നോക്കാൻ പറ്റില്ല. ഇപ്പൊ ബുക്കിന്റെ ഉള്ളിലാവാം. എവിടെയാണെന്നൊക്കെ നിനക്ക് ഗസ് ചെയ്ത് വേണേ പറയാം. പെട്ടെന്ന് കാണുന്ന എവിടെ വെച്ചൂടെ? ഇത് ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത സംഭവമാണ്. വെള്ള സ്വർണ്ണോ? അതാ റിട്ടേൺ ഗിഫ്റ്റ് എടുത്തോണ്ടങ്ങ് പോയാലോ? ഇതില്ലാണ്ട് ഇനി അടുത്ത കിട്ടിയാ? അയ്യല്ല, ഗോൾഡൻ കളർന്ന് പറഞ്ഞപ്പോ ഇത് പെട്ടെന്ന് ശങ്കിച്ചു. ഈ വീട്ടിൽ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവട്ടെ.
ഏത് ബാഗാണ് കിട്ടിയത്? രണ്ട് ബാഗ് പിന്നെ ഞങ്ങൾ വെറുതെ വെച്ചിരിക്കുന്നത്. അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. പൊക്കി നോക്കിയിട്ട് പറയാം. സ്പർശനേ പാവം, ദർശനേ പുണ്യം. ബ്ലാക്ക് 5 വർഷം പഠിച്ചു. ഇതെന്താ ചോദിച്ചത്? അതായത് അല്ല, ഇല്ല ഉള്ള ഇല്ല എന്നുള്ള കാര്യം നമ്മൾ നേരിട്ട് പറയും. ആ ഇല്ല പുഷം പഠിക്കും ഇവിടെ. എല്ലാ തെറ്റിദ്രയോടെ ഓരോന്നിനും അടിച്ചോ അടിച്ചിട്ട് പോവാം. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പ്രായത്തില് 1 2 3 4 5 എഴുന്നേറ്റിരുന്നോ, അവിടെ ഇരുന്നോ, സോഫ ഇരുന്നോ, കുഴപ്പമില്ല. നമസ്കാരം. സൈഡ് ഗുസ്തികളൊക്കെ എടാ ഞാനും നീ ഒരു കെട്ടല്ല. അവന്റെ ഹൈറ്റ് എത്തുന്ന വിധത്തിൽ എത്തുള്ളൂ. ഡേയ് ഇതേത് സ്ഥലത്ത്? തണുപ്പാണോ? അടുത്തോ തട്ടുമ്പോ ചൂട്, പുറത്തോ ചൂടുണ്ടാ? ഇപ്പഴാ ഇല്ല, ഇപ്പൊ ചൂട്. ഇപ്പഴാ നല്ല ചൂടുണ്ടാ? നല്ല ചൂടുണ്ടാ? നല്ല ചൂടുണ്ട്. അവിടെ ചൂട് കുറവാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല ചൂടാ. നല്ല ചൂടാണോ? അപ്പൊ തണുത്ത ഉള്ളിൽ അതിനകത്തില്ല. അവിടെ ഒരു ബാഗ് ബാക്കിയുണ്ട്. ഞാൻ ഫോട്ടോ ഇരിക്കുന്ന അവിടെ അതൊക്കെ ഉണ്ട്, അതൊക്കെ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ഇപ്പൊ അതിനുള്ളിൽ പോവാം. ഇത്രയും പോർഷൻസ് എന്തായാലും ഈ ഹോളിന്റെ ഈ ലൈനിന്റെ ഉള്ളിലാണ്. അത്രയും ഉള്ളിലാണ്. ഈ ലൈനിന്റെ ഉള്ളിലാണ്. വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വരെയോ ബോക്സുകളുണ്ട് പോലെ കേട്ടോ. ബോക്സുകൾ ബോക്സ് വേറെ ബോക്സ് അപ്പുറത്ത്. അതിലൊന്നും അവനെത്തൂല. എനിക്ക് ആൾക്കാരെ യൂസ് ആൾക്കാരൊക്കെ ഉണ്ട്. ഇല്ല, നല്ല ചൂടാ. നല്ല ചൂടാ. നല്ല ചൂടാണിത്. എവിടെ? ജെറിയുടെ ബുക്ക് സ്റ്റോർ ഇതിനകത്തായിരിക്കും. എവിടെ? ഈ തന്നെ കെട്ടിവെപ്പ് കാണുമ്പോഴേ അറിയാം. അതന്നെ മാക്സ്. അവിടെ വെറുതെ ചൂടായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പഴും നല്ല ചൂടുണ്ട്. ഇപ്പഴും നല്ല ചൂടുണ്ട്. പിന്നെ ഇല്ലേ? അപ്പൊ അത് നോക്ക്, ആ കവറിൽ വല്ലതും ഉണ്ടോ നോക്ക്. ഇല്ലടേ, ഒന്നുമില്ല. കവറിലെല്ലാം ഉണ്ടോ നോക്ക്. ഇല്ലടേ, കവർ ഒന്നുമില്ല. ഉള്ളിൽ വല്ലതും ഉണ്ടോ നോക്കിക്കൂടെ? എന്നാ ഇതിനകത്ത് എന്തോന്നു നോക്കി. ഒന്നുമില്ല. പറയാൻ പറ്റില്ല. ക്ലൂ ഉണ്ട് അവിടെ. എനിക്കറിഞ്ഞൂടാ. പ്ലാനാണ് എന്റെ പ്ലാനിൽ. ആ ഒരു സുല്ലേ കണ്ടുപിടിക്കേ. സുല്ലൊന്നും ഇല്ല ഇവിടെ. 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഇപ്പഴും ചൂടാ? പിന്നെ ഇപ്പഴും ചൂടാണോ? ഏത് ആ പെട്ടിയാണോ പറഞ്ഞത്? ഇത്രയും പെട്ടി ആകപ്പാട് ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉള്ളൂ. അടിക്ക് എന്നാ അടുത്തോട് പറഞ്ഞിട്ട് അടിച്ചാൽ മതി. 5 കണക്കേ ഉള്ളൂ. ഞാൻ ആദ്യം 10 വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ വയ്യാത്ത അങ്ങനെയല്ല, 10 സെറ്റാണ്. അപ്പുറത്തെ പെട്ടി ഏത് ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചതല്ലേ? ഒരു കാര്യം സെറ്റപ്പ് ചെയ്തോ. പുഷ്പമാണ് ആരോഗ്യം മെച്ചപ്പെട്ട ഇത് നീക്കി നോക്കണോ? നീക്കിയെല്ലാം കൂടെ വീണു പോലെ. ഇത് ഷെൽഫിലോടാ? കിട്ടിയാ? കിട്ടി. 1 2 3
റെസ്റ്റ് ഒന്നുമില്ല, വേണമെങ്കിൽ നീ കണ്ണുപോലെ ഇരുന്ന് ആലോചിച്ചു. ഇനി പറയുന്നത് അതെ ഇനി പറയുന്ന സ്പോട്ട് കറക്റ്റ് ആണോ? ആദ്യം ഞാൻ വിചാരിച്ച എന്താ സംഭവം അറിയാമോ, അത് ഈ വീട് മൊത്തം നിന്നെ കയറ്റി ഇറക്കാമെന്നായിരുന്നു വിചാരിച്ചു. പക്ഷെ അത് പിന്നെ എവിടെയാണെന്ന് ഈ മൊത്തത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടോ അവിടെ പഠിക്കാൻ. ഓ കിട്ടി ബുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് കുഴപ്പമില്ല. എടുത്തോ. ഒരു ഗ്ലാസ് വെള്ളം. സുല്ല് പറഞ്ഞ എന്തായാലേ ബുദ്ധി മറ്റേ ടേബിളിന്റെ അടിയിലോട്ട് പ്ലാൻ. ഏത് ബോക്സ്? ഏത് നോക്കിയാ? മടിയൊന്നും വിചാരിക്കണ്ട. 5 എണ്ണം. നിരീപ് മോളിൽ എന്തോ തീ കൂട്ടുന്ന കാര്യം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതിൽ കൂടെ നടത്താനും 3, 4, 5. ഞാൻ എന്താന്ന് പറയട്ടെ, പെർഫ്യൂം അത് ഇവർക്കും അറിയില്ല. പെർഫ്യൂം ഞാൻ പറയുന്നു, ഞാൻ ഗസ് പറയും. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, ഗുച്ചിയുടെ പെർഫ്യൂം. അങ്ങനെ വളർത്താൻ കിട്ടുമോ? Every moment with you is a gift. Happy birthday, my love. Clue 4. Your journey continues with another delight. Find the person who shares our interest and passion for the next surprise. ആരാ? അല്ല, find the person who shares our interest and passion for next trip Galleria. ഞാനൊരു ക്ലൂ തന്നായിരുന്നു, അതിനെ കുറിച്ച് ആരും ഇവിടെ അതിതാണ്. എനിക്ക് നോക്കാനുള്ള സമയം തന്നിട്ടില്ല. എന്താ എഴുതിയിരിക്കുന്നത്? അതിന് പേരല്ലേ ചാവെടുക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? അത് വായിച്ചാടാ. That you are enjoying the speaking of your next surprise. If not so far, it's with your other friend who lives in the same building. Okay. ആരാ? ശരണേച്ചിയാണോ വിളിക്കുന്നത്? വിളിക്കേ. ഹലോ ചേച്ചി വീട്ടിലുണ്ടോ? അവിടെ എന്തോ ഒരു ക്ലൂ ഉണ്ടെന്ന് തോന്നുന്നല്ല. എന്തോ ഞാൻ അറിഞ്ഞില്ല. എന്ത് ക്ലൂ? എന്റെ പൊന്നേച്ചി, എന്ത് പറ്റി? ഇവിടെ ഒരാള് നാളെ എന്റെ ബർത്ത്ഡേ ആണേ. അപ്പൊ ആ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ഒരു ട്രഷർ ഹണ്ട് ഇങ്ങനെ പ്ലാൻ ആക്കിയിട്ട് എനിക്കിപ്പോ 4ാമത്തെ ക്ലൂ കിട്ടി. അപ്പൊ 4ാമത്തെ ക്ലൂവിൽ 5ാമത്തെ ക്ലൂവിലേക്കുള്ള വഴി നിങ്ങളാണ്. ആ അതെങ്ങനെ സംഭവിച്ചു? എന്റെ പൊന്നേച്ചി കള്ളത്തരം പറയലേ. ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടായിരിക്കും, എന്നാലും ഞാൻ അങ്ങോട്ട് വരുന്നു കേട്ടാ. ഇറങ്ങി ഇപ്പൊ എത്തുതാ. നമ്മള് ന്യൂ മൂവേലെ ഏരിയയിലുണ്ട്. ഓ ശരി, ഓക്കെ. കുലുക്കി നോക്കുന്നു. കറക്റ്റ്. എങ്ങനെ ഇത്ര തെറ്റായിട്ട് പറയാൻ പറ്റുന്നു? ഇവൻ പറയാണ്, ലവ് പറയാണ്, ഞാൻ വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജ് വെക്കാന്ന്. നോക്കട്ടെ, ഇതാരപ്പാ? അപ്പൊ നമ്മള് മുരാരിയുടെയും അഞ്ജനയുടെയും വീട്ടിൽ നിന്ന്, മുരാരിയുടെയും വീട്ടിൽ നിന്ന് നമ്മളിതാ അങ്ങോട്ട് പോവാൻ പോവാണ്. ഇതാ ഓക്കെ. ഇത് ഇവരൊക്കെ എപ്പോൾ കൊടുത്തു? ഏതാ പറഞ്ഞത്? എല്ലാത്തിന്റെ ആൻസർ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഇരുന്ന് പറഞ്ഞുതരാം. ആ സമയത്ത് എഴുതി വെച്ചോ. ഞാൻ എല്ലാം കഥ പറഞ്ഞുതരും. അതെ, എല്ലാ റൂട്ടും പറഞ്ഞുതരും. റൂട്ട് മാപ്പ് പറഞ്ഞുതരും. അപ്പൊ ശരി, ടാറ്റ. താങ്ക് യു സോ മച്ച്. താങ്ക് യു കേട്ടോ. താങ്ക് യു. ബൈ ബൈ ബൈ. ശരണ്യ ചേച്ചി, അരുൺ ചേട്ടാ, നിങ്ങളും ഉണ്ടല്ലേ ഇതിനകത്ത്? അപ്പോൾ ശരണ ചേച്ചി, അരുൺ ചേട്ടൻ എന്ന് പറയുന്നത് ഞങ്ങൾ യൂട്യൂബ് വഴി പരിചയപ്പെട്ട നമ്മളെ പോലെ തന്നെ വ്ളോഗ് ചെയ്യുന്നൊരു ടീമാണ്. നമ്മൾ അവരായിട്ട് ഒരു കൊളാബറേഷൻ ഒക്കെ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്.
ഞാനൊരു മായാവലയത്തിലാണ്. ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? അതാണ് ഉദ്ദേശം. എങ്ങനെയുണ്ട് ഇതുവരെ എങ്ങനെയുണ്ട് സ്റ്റെപ്പ്? കുഴപ്പമില്ല, അടിപൊളി. എന്തൊക്കെ സംഭവിക്കുന്നു, അങ്ങോട്ട് എന്തൊക്കെയോ കൊടുക്കുന്നു, ഇങ്ങോട്ട് എന്തൊക്കെ കിട്ടുന്നു. അപ്പോൾ അടുത്ത അരുൺ ചേട്ടൻ്റെയും ശരണ ചേച്ചിയുടെയും വീട്ടിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ പോയിട്ട് വേണം വിൻഡോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാം അല്ലേ? റൂം ഏതാണെന്ന് അറിയാമല്ലോ. Hello. Yes, bro. Hey, Dara. What's up? What's up? Come. I saw your Indian citizen. I saw the citizen. ഞാൻ അവനെ സ്നേഹിച്ചതേ ഉള്ളൂ. ഹായ്. Hi. നെക്സ്റ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഗിഫ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അറിയുന്നത് അല്ലേ? ഗിഫ്റ്റ് ഉണ്ട്, ഉറപ്പിച്ച്. ഹലോ ഹലോ ഇതാണ് ഇത് ഹലോ പ്രസാദ്. ഇത് നമ്മളാ. ഹലോ ഹായ് ലൂസി. കൊറേ പേര് ഇതെന്താ ഇവിടെ സംഭവിച്ചല്ലേ? പിന്നെ എവിടെ പോവാണ്ടായിരുന്നോ? എന്തായിരുന്നു പ്ലാൻ ഉള്ളത്? അതല്ലേ? ഓക്കെ. Explore. No explore. But I will give you a hint. But I give the hint is too easy. You can give whatever you want. Huh? അതായത് ഇവിടെ കുഴിച്ചു നിർത്തി ഇടി. Did you smell anything when you came inside? കഞ്ചാവ്. Anything you read? ടസ്കർ. Can I come again? Go back. Oh, then it's not going to work. ഇവിടെ എന്താണ് കലാപരിപാടി എന്ന് അറിയാം. കഴിഞ്ഞടുത്ത് കുറച്ച് കലാകാരുണ്ട്, അവരായിട്ട് അവര് ഒളിപ്പിച്ചു വെച്ച്. ഓ Thank you. Many more happy returns of the day. ആ അടിപൊളി. ഓ ലൈറ്റ് ഒക്കെ ഇടാമല്ലോ, താഴെ ലൈറ്റ് ഉണ്ടോ? ആ ഇവിടെ കണ്ടുണ്ട്. ആ നേരത്തെ അവിടെ അതായിരുന്നു. അല്ല അവിടെ അങ്ങനെ തന്നെ. അവിടെ എന്നെ പിന്നെ തുടങ്ങാം. ചൂട് തണുപ്പും പറയണേ. വളരെ തണുപ്പാ. അപ്പൊ ഇങ്ങോട്ടാ ഇപ്പൊ തണുപ്പാ. അങ്ങോട്ട് തണുപ്പാണ്. ഇത് ഓഫ് ചെയ്യണോ? എന്താ ചെയ്യുന്നേ? ഇവൻ പൊട്ടനാണോ മുതലാളി? അപ്പൊ മുതലാളിക്ക് ഇനി മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണോ മുതലാളി? ആ മൂവായിരം സാസ. ലൂസി സഹായിക്കോ? ചോക്ലേറ്റ് കഴിക്കുവേ? ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. നിക്കുമ്പോ കാണാൻ പറ്റുമോ? ആ ഞാൻ കണ്ടു. എനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? I'll make it very easy. I don't know what all he's been through so far. It's okay. I mean, go through my collection. Okay. You have to sniff them and then tell me what the right one is. See, he knows exactly where he's going. Like he knows my house, and he opened the right door also. പക്ഷെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല, അറിയാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല അല്ലേ? അത് ഇത് തൂക്കിയിട്ടിരിക്കുന്നതാണോ ഇത്? ആ ചൂട് എല്ലാം അടിച്ചു നോക്കിയോടാ. കുറച്ച് വേണേ എന്നെ അടിച്ചോട്ടാ. പെട്ടെന്ന് അപ്പൊ ഇവിടുന്ന് ഇതാ പായസം ഉണ്ട്, ഗിഫ്റ്റ് കൂടാതെ അടിപൊളി പായസം ഉണ്ട്. ആക്കിയതാ മുളകരി വാങ്ങിച്ചാക്കി. അടിപൊളി. Give him a hint. You got everything wrong. That's the only thing. എല്ലാ ഉത്തരങ്ങളും കൃത്യമായി തിരിച്ച് പുരുഷോത്തമനായി. Bro, will you take a? No. Nice try. But bro, your gift is somewhere around that area. Just go through these two. Bro, please read it for me. I can't read it.
Dude, I thought you would actually recognize her handwriting because even I didn't understand what it was. ഇവിടെ എന്താ സംഭവിക്കുന്നല്ലേ? അവിടുന്ന് പ്രൊഡിക്റ്റ് ചെയ്തല്ലോ. ഷൂ കണ്ണേ നോയിക്ക് പെട്ടി കണ്ടാൽ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാലോ അല്ലേ എന്താന്നല്ലേ. വാ 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 തുറന്നോ കമാൺ. മണത്ത് നോക്കാണല്ലേ? കമാൺ. സ്കെച്ചേഴ്സാ? പിങ്ക് ഇല്ലായിരുന്നു ഈ കളറ്. എനിക്ക് ഈ കളർ ഇല്ലായിരുന്നു, എനിക്ക് ബ്ലൂ ആണല്ലോ. Beach, Starbucks, new hangout place. Please not wait for a surprise call to get more details. Read the clues to that person. Wait for a surprise call That's it. to get more details. Right. Come. What not did you make him do, right? ഞാൻ സിറ്റപ്പ് പുഷപ്പ് പിന്നെ അവിടെ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു. May your birthday be as amazing as you are filled with all the things you love. Clue 5. Reach out to the one who deals in hearts and spades. A familiar voice from your weekly gatherings holds the key. വീക്കിലി ഗ്യാതറിങ്സ്. അശ്വതി എടുത്ത് ക്ലൂലുള്ളത് അശ്വതി. അശ്വതിയാ അല്ലേ? അശ്വതി എന്ന് വേഗല്ലേ? അശ്വതിനാണ് വിളിക്കേണ്ടത്. അവനെ വിളിക്കാം. അവനെ വിളിക്കോളൂ. ഹലോ, എവിടാണ്? ബീച്ച്. അത് വായിച്ചേപ്പിക്കാം. പേപ്പറോടെ എന്തി പേപ്പർ? പേപ്പറോടെ പേപ്പർ പോക്കറ്റ്. ആ ചേച്ചി എഴുതി വെച്ചു. ആ സ്ക്രിപ്റ്റ് വായിക്ക്. ഓക്കെ വായിക്കട്ടെ. ആദ്യം മനസ്സിലാക്കട്ടെ. ആദ്യം അല്ല അവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പലതും സംഭവിക്കുന്നുണ്ട്. ആദ്യം കീവേഡ്സ് പറയട്ടെ. കീവേഡ്സ് ബീച്ച്, സ്റ്റാർബക്സ്, ന്യൂ ഹാങ്ഔട്ട് പ്ലേസ്. ഇത് ഞാൻ സെലക്ട് ചെയ്യണോ? അല്ല, അതിൽ നിന്ന് മനസ്സിലാക്കണം ഏതാ സ്ഥലം. ഒന്ന് ന്യൂ ഹാങ്ഔട്ട് പ്ലേസ്, ഒന്ന് സ്റ്റാർബക്സ് നോട്ട് ഓപ്പൺ, ഒന്ന് ബീച്ച്. ഇത് ഒരു സംഭവത്തിന്റെ ക്ലൂ ആണ്. അതിൽ നിന്ന് കണ്ടുപിടിക്കുക ഏതാണെന്ന്. ആ ഹാങ്ങോട്ട് പ്ലേസ് എങ്ങനെ? ബീച്ച്. അൽമംസാർ ബീച്ച് ആണോ? പറ എടാ നിന്റെ ബർത്ത്ഡേ ഇല്ലേ? നീയും പറ. ഞാൻ ഇതിപ്പോ എന്നോടാ. ഇങ്ങോട്ട് വിളിച്ചു. കോളം ബീച്ച്. എടാ ദുബായ് ബീച്ച്. ദുബായ് എന്നത് ബീച്ച്? ഇതെല്ലാം ദുബായ് ബീച്ച് അല്ലേ? ആ ദുബായ് ഐലൻഡ് ബീച്ച് അല്ലേ? ദുബായ് ഐലൻഡ് ബീച്ച് ആണോ? ചേട്ടനോട് ചോദിക്കേ. ചേട്ടാ, ദുബായ് ഐലൻഡ് ബീച്ച് ആണോ? എന്റെ കയ്യില് ഇതിനകത്തൊന്നും എന്റെ പറഞ്ഞിട്ടില്ല. കയ്യില് ഉണ്ടോ? അവളുടെ കൈ കാണോ? ആ അവളുടെ ഉണ്ടെന്ന്. എന്നാ അങ്ങോട്ട് എത്തിക്കോ, ഇവൾ അങ്ങോട്ട് എത്തും. ഓക്കെ കഴിഞ്ഞോ? ഓക്കെ എന്നാ പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, ടാറ്റ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ കാണാം. ഓക്കെ. അപ്പൊ ഇവരെ കാണണമെങ്കിൽ ട്രിപ്പ് ഗാലറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കണ്ടാൽ മതി കേട്ടോ. അടിപൊളി വീഡിയോസ് ആണ്. നമ്മൾ പോയ പോലെ ഒന്നല്ല, ഇവര് എത്ര 10, 15, 20 കൺട്രീസിൽ പോയ ആൾക്കാരാണ്. വലിയ ട്രാവൽ ബ്ലോഗേഴ്സ് ആണ്. അതെ. അങ്ങനെ നമ്മളൊരു ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലേ? എത്തിയോ? ഫൈനലായോ? നമ്മളിത് എത്തിയിട്ടുള്ളത് ദേറ ഐലൻഡ് ബീച്ചിലാണ് കേട്ടോ. ദുബായ് ഐലൻഡ് ബീച്ച്. ദേറ ഐലൻഡ് ആണ്. ദേറ ഐലൻഡിലെ പുതിയ ബീച്ചാണിത്. പുതിയതായിട്ട് വരുന്ന ഒരു പുതിയ അട്രാക്ഷൻ ആണ്. അടിപൊളി സ്ഥലമാണ്. വൈബായി വന്നോണ്ടിരിക്കുന്ന സ്ഥലം. പെറ്റ് ഫ്രണ്ട്ലി അല്ലേ? പെറ്റ് ഫ്രണ്ട്ലി. പെറ്റിനെ നടത്താൻ കൊണ്ടുവരാൻ പറ്റുന്ന ബെസ്റ്റ് ബീച്ചാണ്. കയ്യിലിതാ ഫൈനൽ ഒരു ഗിഫ്റ്റും കൂടെ കിടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം റിവീലായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോഴും കുറെ എന്തൊക്കെ കൺഫ്യൂഷൻ കൊണ്ട് കിടക്കുന്നുണ്ട്. ക്ലൂസ് കുഴപ്പമില്ല, അത് കഴിഞ്ഞ ക്ലൂസ് അല്ലേ? അപ്പൊ അങ്ങനെ വിജയശ്രീയിൽ ആളുകാരായി ഇവർ രണ്ടുപേരും ക്ലൂ ഒക്കെ കണ്ടുപിടിച്ച് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇതാ 3 പേരും ഇതാ ട്രിന്നിങ് ആണ്. ഞാൻ മാത്രം മഞ്ഞ. ഞാൻ വൈകിട്ടാ മതിയായിരുന്നു. അപ്പോ എന്റെ ഭാഗത്ത് നിന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും പരിപാടികളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. മറ്റന്നാളല്ലേ എന്റെ ബർത്ത്ഡേ ആണ്. മറ്റന്നാൾ വരെ സർപ്രൈസ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. ഇത് തന്നെയല്ലേ നമുക്ക് തൊഴില്. ലാസ്റ്റ് ക്ലൂ ആയിട്ട് ഒന്നും അങ്ങനൊന്നുമില്ല. അപ്പൊ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും
നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇങ്ങനെ എടുക്കും. അപ്പം നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കൊടുക്കും. നമ്മളൊരു ധാരണയിലെത്തും. നമ്മളൊരു ധാരണയിലെത്തും. നമ്മൾ രണ്ടുപേരും കൂടെ നമ്മളിങ്ങനെ തിരിഞ്ഞേക്കും. ഇങ്ങനെ തിരിഞ്ഞു വെക്കും. അപ്പൊ നിങ്ങള് എന്നിട്ട് അപ്പം നമ്മളിങ്ങനെ തരും. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ചേച്ചി ഹാപ്പി ബർത്ത്ഡേ. ഞാനും കെട്ടിപ്പിടിക്കാം. എന്താണ് അങ്ങനെ? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഒരു കാര്യം കൂടെ, ഇത് അവന് കൊടുക്കും, അപ്പം ഇത് അങ്ങോട്ട് കൊടുക്കും. അത് അങ്ങോട്ട് കൊടുക്കും. കൊടുത്തിരിക്കണം. ഇപ്പൊ നിന്റെ 2 ഇല്ലേ? എന്റെ 2 എവിടെങ്കിലും ഇരുന്ന്. അപ്പൊ ഇനി എന്താണ്? ഇനി നമുക്ക് നീന്താം. അപ്പൊ ഇതില് ലാസ്റ്റ് പറയാനുള്ളത് വെച്ചാൽ ഇവർ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ്. നമ്മൾ രണ്ടുപേരും കൂടെ ഇത് മുഴുവൻ ചെയ്തത്. നമുക്ക് പിച്ചച്ചട്ടി മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതാണ് സത്യത്തിലെ കാര്യം. ഇവർക്കത് ഗിഫ്റ്റിന്റെ കൂമ്പാരാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവന്റെ ബർത്ത്ഡേ ചൊവ്വാഴ്ചയും ഇവളുടെ ബർത്ത്ഡേ തിങ്കളാഴ്ചയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. പെട്ട പാട് അല്ലേ? ഇതാ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇവള് പെട്ട പാട് വെച്ചിട്ടുള്ളതല്ല. ഞങ്ങളെ ഇവർ രണ്ടുപേരും ഒന്ന് നയിച്ചു കൊണ്ടുവരുന്നത്. സ്റ്റാർബക്സ് ഒരു കോഫി അതിന്റെ മണ്ടയിൽ വെച്ചാൽ അവളെ പിടിച്ചു തരും. അവിടെ പോയി. ഇതൊന്നും വിചാരിക്കരുത്. ഇത് ക്രിസ്മസിന്റെ ഇതാണ്. ഞാൻ ക്രിസ്മസിന് വാങ്ങിച്ച വേറെ ഇല്ലായിരുന്നു. തീർന്നു. എനിക്കറിയാം തോന്നാണ്. അത് വെർട്ടിക്കൽ മൗസ്. ഈ കാറിൽ വരുന്ന സമയത്ത് ടാക്സി മൊത്തം അത് നമ്മുടെ രണ്ടുപേരുടെയും വക. നമ്മുടെ രണ്ടുപേരുടെയും വക. അല്ല, നിങ്ങൾക്ക് അതിലൊന്നുമില്ല. ഇത് അത് പൊട്ടിച്ചിട്ട് ആർക്കും പറയാൻ പറ്റും. ഇത്രക്കൊക്കെ ആലോചിക്കാനെന്തുള്ള ഇത്രയും നീളമുള്ള സാധനം. ഇത്രയും നീള സാധനം എന്തൊക്കെ ആവാൻ പറ്റും? എന്ത് യൂസിനുള്ളതാണെന്നും കൂടെ ക്ലൂ കൊടുക്കും. അതില്ല. വർക്ക് റിലേറ്റഡ്, വീട് റിലേറ്റഡ്, എല്ലാം റിലേറ്റഡ് ആണ്. ഇതാണ് മെയിൻ. മറ്റേ കോഫി കുടിക്കുമ്പോഴത്തേക്ക് ഇടുന്ന സ്ട്രോ ഇല്ലേ, അതായിരിക്കും. കോഫി കുടിക്കണ്ടേ? സ്റ്റീലിന്റെ സ്ട്രോ ഉണ്ടല്ലോ, അതാണ് സെറ്റപ്പ്. എന്തായാലും പൊളിക്കാൻ ഇപ്പൊ എന്താ എന്തോ ഇലക്ട്രോണിക്സ് ആണ്. ഇത്രയും പൊട്ടിച്ചിട്ട് ആർക്കും പറയാം. ഇനി തുറന്നു. വാച്ച് സാംസങ്ങിന്റെ വാച്ച് 6. അതെ, S23 അൾട്രാ വാച്ച് 6. കണ്ടോ ഇത്? അതുകൊണ്ടാണ് അവ ഒന്ന് വാച്ച് കെട്ടാതെ വന്നത്. ഇതെവിടുന്നാണ്? താങ്ക് യു. അത് അവളെ സ്വന്തം, അവളെ വക. ഇനി ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞു. തുറക്കണ്ടോ? വേണ്ട. അത് പിന്നെ തുറന്നു നോക്കിയാൽ മതി. ഇനി ഇവിടെ ഇങ്ങോട്ട് തന്നു. ഒരെണ്ണം ഇങ്ങനെ തന്നു. എനിക്ക് കിട്ടും. ഞാൻ പോട്ടെ. ബാഗ്. ചേച്ചി പറഞ്ഞു ബാഗ്. കറക്റ്റ്. നെക്സ്റ്റ്. ഓരോ റോങ് ആൻസറിനും പണിഷ്മെന്റ് ഉണ്ട്. എനിക്ക് കിട്ടിയായിരുന്നേ. അതെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. 10-20 പുഷപ്പും സിറ്റപ്പ് എടുത്തിട്ടാണ്. ചേച്ചി അങ്ങനെ തുറക്കാൻ പാടില്ല. ബാഗ് ഉറപ്പാണോ? ഒരു തരം, 2 തരം, 3 തരം. ബേബി ഷോപ്പല്ല, ബോഡി ആൽമണ്ട് മിൽക്ക് എസൻഷ്യൽ വിത്ത് ഇതാ പെർഫ്യൂം സ്മൂത്തിയാ. തിന്നണ്ട കാര്യം അല്ലാണ്ട് വേറെ എന്തെങ്കിലും അറിയോ? ദ ബോഡി ഷോപ്പ്. അത് ഞങ്ങളുടെ വക ആയതുപോലെ ഇത് ഞങ്ങളുടെ വക. ഇനി ചേട്ടന്റെ വക. സ്വരോസ്കി. അത് കണ്ടല്ലേ? ഞാനും വിചാരിച്ചു എങ്ങനെ സ്വരോസ്കി എന്ന് പറഞ്ഞത്. സ്വരോസ്കി അങ്ങനെ രണ്ടാമത്തെ സെറ്റ് സ്വരോസ്കി ആണ്. ഇതാണ് പ്രസാദ് കുളപ്പുറത്ത് വരണം കൊണ്ട് കേരള ഗിഫ്റ്റ്. ആൾക്കാർ നമ്മളെ തന്നെ നോക്കും. ലാസ്റ്റ് ആദ്യ ഗിഫ്റ്റ്. ആദ്യ ഗിഫ്റ്റ് അല്ലേ? അത് നോക്കി വായിക്ക്. Your smile lights up my life. Happy birthday, my love. Let's celebrate the wonderful person you are today and every day. I love you. I love you, dear. Happy birthday. Thank you. ഇതിന്റെ ഒരു കോപ്പി ഇവിടെയും കൂടെ. കാണിച്ചില്ല. ഇതൊക്കെ വീഴുന്ന നോക്കട്ടെ.
എന്നിട്ട് അങ്ങനെ ഫൈനൽ ഗിഫ്റ്റ് ഇതാ വന്നിരിക്കുകയാണ്. നിക്കൂലേ? ഞങ്ങൾ ഈ പ്ലാനിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇവരുടെ സംശയങ്ങൾ ചോദിക്കും, അതിന്റെ സംശയത്തിന്റെ ഫുൾ ആൻസർ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടി ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിനു വേണ്ടി പോവാണ്. അപ്പൊ നമ്മള് ലാസ്റ്റ് സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ സ്ഥലം. ഓക്കെ, എന്റെ എന്തൊരഭിനയം ഇവിടെ വരുമ്പോ തന്നെ ഇത് ബാർബക്യൂ കമ്പനി, ബാർബക്യൂ ഇവിടെ തന്നെ പോകുന്നു എന്റെ കാര്യം. ഓക്കെ, എന്താ പിന്നെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പൊ നമ്മള് ബാർബക്യൂ കമ്പനിയിൽ കയറിയിട്ടുണ്ട്. ബാർബക്യൂ നമ്മൾ കഴിക്കാൻ പോകണം. ബർത്ത്ഡേക്കാരെല്ലാം ആ സൈഡിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ആ സൈഡിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. പോസ്റ്റ് താങ്ക് യു. നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 2 കടി സർപ്രൈസ് കേക്ക്. സർപ്രൈസ്. താങ്ക് യു. അവര് വിചാരിച്ച ഇവര് രണ്ടുപേരും ഇരട്ടകളാവുന്നത്. ഒരേ ദിവസം ബർത്ത്ഡേ. ഓ താങ്ക് യു. അപ്പൊ ഇതൊക്കെയാണ് ഇവർ 2 പേരുടെയും ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇത് അമൃതയുടെ സൈഡ്, ഇത് വിവേകിന്റെ സൈഡ്. 2 പേരുടെ എല്ലാ ഗിഫ്റ്റുകളും നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും കിട്ടിയ എല്ലാ ഗിഫ്റ്റുകളും നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ ബർത്ത്ഡേ സർപ്രൈസ്. നമ്മൾ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിട്ടായിരുന്നു. എന്തെങ്കിലും ആർക്കും ആവശ്യം എക്സിക്യൂഷൻ കമ്പനി ഞങ്ങളാണ്. ഇവർ 2 പേരും റിസീവേഴ്സ് ആണ്. എങ്ങനെ കൊള്ളാക്കാൻ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. തിരിച്ചു വല്ലതും കിട്ടിയ അടുത്ത പ്രാവശ്യം വല്ല പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഒന്നും നോക്കണ്ട. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്നെ വിഷയം മറന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷയം കൂടെ ഞാൻ 2 പേരുടെ ബർത്ത്ഡേ വിഷസ് പറഞ്ഞേക്കാം. അപ്പം 2 പേർക്കും ഹാപ്പി ബർത്ത്ഡേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ